ന്യൂസ് ഡീകോഡിലേക്ക് വിശദമായി പോവുകയാണ്. ഇടുക്കിയിലെ ഷഫീഖ് വധശ്രമ കേസിൽ നീണ്ട 11 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. ഷഫീഖിന്റെ പിതാവ് ഷെരീഫും രണ്ടാനമ്മ അനീഷയുമാണ് കേസിലെ പ്രതികൾ. 5 വയസ്സുള്ള കുഞ്ഞിനെയാണ് പ്രതികൾ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയത്. കുട്ടിയെ പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കൊലപ്പെടുത്താനായിരുന്നു പ്രതികൾ ശ്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കട്ടിലിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്കേറ്റു എന്നാണ് പ്രതികൾ ആദ്യം ആശുപത്രിയിൽ അറിയിച്ചതെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ കുട്ടി ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് മനസ്സിലാക്കിയ ഡോക്ടറുടെ ഇടപെടലാണ് കേസിൽ നിർണായകമായത്. വിവരങ്ങൾ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും പിന്നീട് പോലീസ് കേസെടുക്കുകയുമായിരുന്നു. അതിനു പിന്നാലെയാണ് കേരളത്തെ ഞെട്ടിച്ച ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. തങ്ങളുടെ ജീവിതത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന കുട്ടിയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു പ്രതികളുടെ ഉദ്ദേശം. വിധിയുമായും കേസുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ സമഗ്രമായി പരിശോധിക്കാം. ഷഫീഖ് വധശ്രമ കേസ്, അതായത് 11 വർഷത്തിന് ശേഷമാണ് ഇന്ന് കേസിൽ വിധി വരുന്നത്. 2013 ജൂലൈ 15 ഈ ദിവസമാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഷഫീഖ് എന്ന 5 വയസ്സുകാരനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അന്ന് 11 വർഷം മുൻപ് ഷഫീഖിന് 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ കൊടും ക്രൂരതകൾക്ക് ആ കുഞ്ഞ് ഇരയായത്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കുഞ്ഞിനെ. പട്ടിണി കിടന്ന് എല്ലും തോലുമായ രീതിയിലായിരുന്നു ഷഫീഖിന്റെ ശരീരമുണ്ടായിരുന്നത്. ഓടിക്കളിച്ച് വീണു, അപസ്മാരമുണ്ടായി, കട്ടിലിൽ നിന്ന് വീണു. കുട്ടി സ്വയം ഉണ്ടാക്കിയ പാടുകൾ. അതായത് ഷഫീഖിന്റെ അവസ്ഥ ഡോക്ടർ ചോദിച്ചത് അനുസരിച്ച് ഷഫീഖിന്റെ പിതാവ് പറഞ്ഞത് ഈ കുട്ടി ഓടിക്കളിച്ച് വീണു, അല്ലെങ്കിൽ കുട്ടിക്ക് അപസ്മാരമുണ്ടായിരുന്നു. അത്തരത്തിൽ കട്ടിലിൽ നിന്ന് വീണാണ് കുട്ടിക്ക് ഈ പരിക്ക് പറ്റിയത്. അതോടൊപ്പം തന്നെ ഈ ശരീരത്തിൽ നിരവധി 151ഓളം മുറിവുകൾ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പൊള്ളിച്ച പാടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർക്ക് ഇത് കുട്ടി ഉണ്ടാക്കിയതല്ല എന്ന രീതിയിൽ മനസ്സിലായിരുന്നു. ഈ മർദ്ദനത്തിനും ക്രൂരമായ പീഡനത്തിനുമൊക്കെ പിന്നാലെ കുഞ്ഞിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം 75% നിലച്ചിരുന്നു. അപസ്മാരം പിന്നീടും കുഞ്ഞിനെ പിന്തുടരുകയായിരുന്നു. അതിന് പിന്നാലെ കുട്ടിയുടെ ആരോഗ്യനില വലിയ രീതിയിൽ മോശമാവുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ഷഫീഖിന്റെ ജീവൻ വരെ തിരിച്ചുപിടിക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞത്. എന്നാൽ ഈ തലച്ചോറിന്റെ പ്രവർത്തനം 75%-ലധികം നിലച്ചത് കുട്ടിയുടെ മാനസിക വളർച്ചയെ തന്നെ ബാധിച്ചു. അമ്മയായി രാഗിണി, അതായത് ഷഫീഖിന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ പീഡനങ്ങളുടെയും ഒക്കെ കടന്നുപോയ ശേഷം ഷഫീഖിനെ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഷഫീഖിന്റെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് ഏറ്റെടുത്തത്. അത്തരത്തിൽ സർക്കാർ ഷഫീഖിനെ പരിചരിക്കാനായി ഏർപ്പാടാക്കിയതായിരുന്നു ആ അംഗനവാടി ജീവനക്കാരിയായ രാഗിണി. അതിന് പിന്നാലെ ഈ രാഗിണിയും ഷഫീഖും തമ്മിൽ നിലവിൽ ആയയായി എത്തിയ രാഗിണി പിന്നീട് ഷഫീഖിന്റെ അമ്മ തന്നെയായി മാറുകയായിരുന്നു. അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ്, ഈ മെഡിക്കൽ കോളേജിനും ഈ ഷഫീഖിന്റെ ജീവിതത്തിൽ വലിയ ഈ പ്രാധാന്യമുണ്ട്. കാരണം നിലവിൽ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജിൽ 10 വർഷമായി രാഗിണിയുടെ പരിചരണയിൽ അവിടുത്തെ പ്രത്യേക മുറിയിലാണ് ഷഫീഖും അമ്മ രാഗിണിയും താമസിക്കുന്നത്. ഇനി ഈ കേസിന്റെ നാൾവഴിയിലേക്ക് പോകാം. 2013 ഈ കുഞ്ഞിനെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും 2013 തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛൻ ഷെരീഫ്, രണ്ടാനമ്മ അനീഷ, ഈ 2 പേരാണ് കേസിലെ പ്രധാന പ്രതികൾ. 2022 കേസുമായി ബന്ധപ്പെട്ട് വാദം തുടങ്ങിയത്. ഈ കേസിലെ വാദം നടക്കുമ്പോൾ പ്രതിഭാഗം പ്രത്യേകമായും പറഞ്ഞിരുന്നത് അവരുടെ വാദം എന്തായിരുന്നു എന്ന് വെച്ചാൽ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ചികിത്സാ പിഴവാണ് എന്നായിരുന്നു ഈ പ്രതിഭാഗം എല്ലാ ഘട്ടത്തിലും ആരോപിച്ചിരുന്നത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് വളരെ നിർണായകമാവുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുഞ്ഞിന് സ്വയം ഇത്തരത്തിൽ വലിയ പാടുകൾ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല, വീണിട്ടുള്ള ഗുരുതര പരിക്കല്ല എന്ന രീതിയിൽ കൃത്യമായ ഈ മെഡിക്കൽ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഈ ഡോക്ടറുടെ മൊഴിയും ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായിരുന്നു. ഈ പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ വധശ്രമം, ക്രൂരമർദ്ദനം, പൊള്ളലേൽപ്പിക്കൽ, 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. ശിക്ഷാവിധി ഇന്നാണ് ശിക്ഷാവിധി വന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പരിശോധിക്കാം. ഇടുക്കി ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് ഈ കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച അത്തരത്തിൽ ക്രൂരമായ ഒരു കേസിന്റെ വിധി പറഞ്ഞത്. 1-ാം പ്രതി കുട്ടിയുടെ അച്ഛൻ ഷെരീഫാണ്. 7 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് 1-ാം പ്രതിക്ക് ശിക്ഷയായി നൽകിയത്. 2-ാം പ്രതി കുട്ടിയുടെ രണ്ടാനമ്മയായ അനീഷയാണ്. 10 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ്
അനീഷയ്ക്ക് കോടതി വിധിച്ചത്. അത്തരത്തിൽ ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും മെഡിക്കൽ റിപ്പോർട്ടുകളുമാണ് പ്രോസിക്യൂഷന് തുണയായത്. മറ്റ് കുട്ടികളുണ്ടെന്നും ശിക്ഷാവിധിയിൽ ഇളവ് വേണമെന്നുമായിരുന്നു ഇന്ന് പ്രതിഭാഗത്തിന്റെ ഈ വിചാരണാ വേളയിൽ പ്രതിഭാഗത്തിന്റെ പ്രധാനമായ ഒരു വാദം. എന്നാൽ മെഡിക്കൽ രേഖകൾ അടക്കം മുൻനിർത്തി ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ വിധി വന്നതിനു ശേഷം വിധി തൃപ്തികരമാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ PS രാജേഷ് പ്രതികരിച്ചിരുന്നു. അതൊന്ന് കേൾക്കാം. ആദ്യ പ്രതികരണം ഷഫീഖിന് കഴിഞ്ഞ ഏകദേശം 2013 തുടങ്ങിയ കേസ് 11 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് ശുഭപ്രതീക്ഷയോടുകൂടി ഒരു ശുഭാന്തി ഉണ്ടായിട്ടുണ്ട്. ഷഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ പ്രധാനമായിട്ടും ഒന്നാം പ്രതിക്ക് 326 IPC പ്രകാരം 7 വർഷം തടവും 50,000 രൂപ പിഴയും, അതുപോലെ തന്നെ 323 IPCക്ക് 1 വർഷം തടവും, JJ ആക്ട് പ്രകാരം 23 പ്രകാരം 1 വർഷം തടവും, രണ്ടാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും, 324 IPC പ്രകാരം 3 വർഷം തടവും, 323 IPC പ്രകാരം 1 വർഷം തടവും, JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ? എങ്ങനെയാണ് ശിക്ഷ? സെപ്പറേറ്റ് ആണ്. JJ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്, പ്രത്യേക അനുഭവിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഇവർ നേരത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു. കുറച്ച് ദിവസങ്ങളോ ഏകദേശം ഒരു 3 മാസത്തോളം ഇവർ ജയിലിൽ കിടന്നത് അത് സെറ്റ് ഓഫ് ചെയ്യും. അത് കഴിച്ചിട്ടുള്ള ബാക്കി ശിക്ഷ അനുഭവിച്ചാൽ പിന്നെ കേസുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് അത് പങ്കുവയ്ക്കും. അതിലേക്ക് 2013 ജൂലൈ 15-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഷഫീഖിനെ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പിതാവും രണ്ടാനമ്മയും ചേർന്ന് നടത്തിയ ക്രൂരമായ മർദ്ദനം. ശാരീരികമായ അവശതകളെ തുടർന്ന് അബോധാവസ്ഥയിൽ കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ വിവരം പുറംലോകം അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പിതാവും രണ്ടാനമ്മയും ചേർന്ന് കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചതായി കണ്ടെത്തിയത്. കുട്ടിയുടെ തല പലതവണ ഭിത്തിയിൽ അടിപ്പിച്ചു, കമ്പി പോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെ അടിച്ച് പരിക്കേൽപ്പിച്ചു, ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു. ഇതാണ് കുട്ടിയുടെ ആരോഗ്യനില വഷളാക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. ഷഫീഖിന്റെ ആരോഗ്യപരമായിട്ടുള്ള ചികിത്സാ ചെലവുകളെല്ലാം സർക്കാർ ആണ് ഏറ്റെടുത്തത്. സംരക്ഷണ ചുമതല രാഗിണി എന്ന ആയയ്ക്കുമായിരുന്നു. തുടർന്ന് ഇരുവരും ഈ കാലയളവ് അത്രയും അൽ-അസ്ഹർ മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണയിലാണ് കഴിഞ്ഞിരുന്നത്. ഈ കേസിൽ 2021-ലാണ് വിചാരണ തുടങ്ങിയത്. ഇന്ന് സുപ്രധാനമായ വിധിയും വന്നിരിക്കുന്നു. കേസിലെ ഒന്നാം പ്രതി ഷെരീഫിന് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയും രണ്ടാനമ്മയുമായ അനീഷയ്ക്ക് 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. തങ്ങൾക്ക് മറ്റു മക്കളുണ്ടെന്നും അതുകൊണ്ട് ശിക്ഷാവിധിയിൽ ഇളവ് ലഭിക്കണമെന്ന വാദം പ്രതിഭാഗം ഉന്നയിച്ചു. തങ്ങൾ കുട്ടികളെ ഉപദ്രവിച്ചിട്ടില്ല എന്നും അപസ്മാര രോഗമുള്ള കുട്ടി കട്ടിൽ നിന്ന് വീണപ്പോഴുണ്ടായ പരിക്കാണെന്നും ശരീരത്തിലെ പൊള്ളലുകൾ കുട്ടി സ്വമേധയാ ഏൽപ്പിച്ചതെന്നുമായിരുന്നു പ്രതിഭാഗം പ്രധാനമായും വാദമുന്നയിച്ചത്. എന്നാൽ മനുഷ്യ മനസാക്ഷിക്ക് ഞെട്ടിച്ച സംഭവമാണെന്നും മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും ശിക്ഷാവിധിയിൽ ഇളവ് നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും അർഹമായ ശിക്ഷ ലഭിച്ചു എന്ന് പ്രോസിക്യൂഷനും പോറ്റമ്മ രാഗിണിയും വ്യക്തമാക്കി. നിയമപരമായ ഷഫീഖിന് നീതി കിട്ടിയെന്ന് സാങ്കേതികമായി പറയുമ്പോഴും ഒരു കുട്ടിയുടെ ജീവിതമാണ് പ്രതികൾ ഇല്ലാതാക്കിയത്. അവർക്ക് ഒരു കാലത്തും മാപ്പില്ല എന്നാണ് ഷഫീഖിനെ പരിചരിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ രാഗിണി അടക്കം പറഞ്ഞത്. 11 വർഷത്തോളം ഷഫീഖിനെ പരിചരിക്കുന്ന രാഗിണിയും ഷഫീഖും അമ്മയും മകനും തന്നെയാണ്. അത്തരത്തിൽ വൈകാരികമായാണ് അവരും വിധിയോട് പ്രതികരിച്ചിരുന്നത്. കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ച ക്രൂരമായ കേസിലാണ് വിധി വന്നത്.